ഓക്കെ, അപ്പൊ നമ്മുടെ പോസ്റ്ററിന്റെ ഇമേജ് ഒരു യുണീക്ക് സൈസ് ആയിരിക്കണം. നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന സൈസ് 250 350 ആണ് എന്ന് പറഞ്ഞാൽ വിടുത്ത് 250 350 ഹൈറ്റ് ആണ്. അപ്പൊ ആ യുണീക്ക് സൈസ് അല്ലെങ്കിൽ പല ഇമേജ് പല സൈസിലിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് ഞങ്ങൾ കറക്റ്റ് ചെയ്തോളാം. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഇപ്പോ നമ്മൾ ഒരു ഗ്രാഫിക്സ് സൈറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പിന്റെ ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? photopia.com PAA.com കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫോട്ടോപിയ സ്പെല്ലിംഗ് ഉണ്ടോ? PAA. photopia.com ഇതൊരു ഗ്രാഫിക് സൈറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക് സൈറ്റ് ആണ് കേട്ടോ. ഫ്രീ സൈറ്റ് ആണ്. അപ്പൊ നമ്മളിതില് ഫയൽ എടുത്തിട്ട് ന്യൂ എടുക്കാം. ന്യൂവിൽ നമ്മൾ കൊടുക്കേണ്ട വിഡ്ത്ത് 250, ഹൈറ്റ് 350. ഓക്കെ, എന്നിട്ട് ഇവിടെ കണ്ടു വിഡ്ത്ത് 250 കൊടുക്കുക, ഹൈറ്റ് 350. വേറെ ഒന്നും ഫില്ല് ചെയ്യണ്ട. അത് കഴിഞ്ഞ ശേഷം നേരെ ക്രിയേറ്റ് കൊടുക്കാം. കണ്ടോ, ക്രിയേറ്റ് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ സ്ക്രീനിൽ കണ്ടോ, ഇവിടെ കണ്ടോ പല വിഡ്ത്ത് പല സൈസ് ഒക്കെ വരുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ ഇതിന്റെ കറക്റ്റ് വിഡ്ത്ത് ഹൈറ്റ് എത്രയാന്ന് നോക്കി കഴിഞ്ഞാൽ 250 350. അപ്പോ ഈ 250 350 ഇപ്പോ നമ്മളിത് ഇപ്പൊ നമ്മുടെ സൈസ് എത്രയാണ് കൊടുത്തത്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളിതിങ്ങനെ ന്യൂ വിൻഡോയിൽ ഓപ്പൺ ചെയ്തിട്ടു, ഇതിങ്ങനെ കിടന്നോട്ടെ, ഇതിങ്ങനെ സൈറ്റ് ഇട്ടു. ഇനി അതിന് ശേഷം നമ്മൾ ഒരു പോസ്റ്റർ സെർച്ച് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കണ ഇതിൽ പോസ്റ്റർ ഞാൻ എടുത്ത് സെർച്ച് ചെയ്യാണ്. ഇതേത് സൈറ്റാ? മാനാടിന്റെ നമ്പർ 37. ഈ 37 എടുക്കുക. നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നിട്ട് OTT ലിസ്റ്റിംഗ്സ് എടുക്കുക. നമ്മളിപ്പോ അതിന്റെ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ നമുക്ക് സെർച്ച് ചെയ്യാം, കൊടുക്കാം. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഇമേജുകൾ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ 37 കൊടുത്തു. പക്ഷെ 37 കൊടുക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ നോക്കണം. ഇവിടെ 37 കണ്ടോ. അപ്പൊ ഇതാണ് ഇമേജ്. നമ്മൾ ഈ 37 സെർച്ച് ചെയ്തെങ്കിൽ നമുക്ക് 2-3 റിസൾട്ട് വന്നു. ശരിക്കും 37 എന്ന് പറയുന്ന ഈ മൂവി ഇതാണ്. ഈ മൂവിയുടെ ഈ ഇമേജാണ് വലിപ്പം കുറവ്. അപ്പൊ നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുത്തെ എഡിറ്റ് ബട്ടൺമ ക്ലിക്ക് ചെയ്തു. എഡിറ്റ് ബട്ടൺമ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ഇമേജാണ് മാറ്റേണ്ടത്. ഇപ്പൊ ഇതിന്റെ ഇത് മാനാട് എന്ന് പറഞ്ഞ മാനാട് സിലബസ്. മാനാട് ഒരു മൂവിയാണ്. അപ്പൊ നമ്മള് ഗൂഗിളിൽ പോയി മാനാട് തമിഴ് മൂവി പോസ്റ്റർ സെർച്ച് ചെയ്തു, ഇമേജസ് എടുത്തു. നമുക്കിവിടെ
പല പോസ്റ്റുകൾ കാണാം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വലിപ്പം കിട്ടി. ഇത് 638/1024 ആയിട്ട് കിടക്കണേ. അപ്പോ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ് ഏകദേശം ഒരു ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു ഏകദേശം നമ്മൾ ഹൈറ്റും എടുത്തൊക്കെ കുറഞ്ഞിട്ടുള്ള ഇതിപ്പോ ഇതിന്റെ സൈസാണ്. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു, കോപ്പി കൊടുത്തു. ഇവിടുന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോപ്പി ഇമേജ് എടുത്തു. കോപ്പി ഇമേജ് എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യാനായിട്ട് Ctrl+V കണ്ടോ, പേസ്റ്റ് ചെയ്തു. അപ്പോ ഇത് ഇമേജ് ശരിയല്ല. ഇതിന്റെ വലിപ്പം ഒരാൾ ജോയിൻ ചെയ്തത്. ഓക്കെ, ഞാനൊരു ഇമേജ് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് ആണ്. എന്താ നിങ്ങളുടെ പേര്? ആൽബിനാ. ഓക്കെ, ആൽബിൻ മലയാളിയാണോ? ഹലോ ആൽബിൻ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഒരു ഈ ഇമേജ് എടുത്തതായിരുന്നു. ഈ ഇമേജ് കോപ്പി ചെയ്തു. ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ലെയർ. ഇത് ഇങ്ങനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. അതിന് വീണ്ടും Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കണ്ടോ, എന്നിട്ട് ഈ ഇമേജിന്റെ ഇവിടെ ഇത് സെലക്ട് ചെയ്യുക. ഈ ഒരു ഐക്കൺ കണ്ടോ, മൂവ് ടൂൾ. ഇവിടെ മൂവ് ടൂൾ എന്ന് പറഞ്ഞ ഐക്കൺ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത ശേഷം ഈ ട്രാൻസ്ഫോം ടൂൾ കണ്ട, എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ കുറയ്ക്കുക. കുറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇങ്ങനെ കുറയ്ക്കുക, ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക, ഇങ്ങനെ കുറയ്ക്കുക, ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ പേര് വരണം. അപ്പൊ പേര് വരാവുന്ന രീതിയിൽ നമുക്ക് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പേര് വരണം. ഒന്നുകൂടി കുറയ്ക്കുക. എന്നിട്ട് വീണ്ടും ഈ മൂവ് ടൂളിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ട്രാൻസ്ഫോമിൽ അൺക്ലിക്ക് ചെയ്യുക. അപ്പോ വീണ്ടും നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നീങ്ങണി വെറുതെ ആരോക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തോളൂ. കണ്ടോ, ഇവിടെ മൂവി ഇതായി പോകും. അപ്പോ ഇപ്പൊ ഇതൊരു പോസ്റ്ററായി. ഈ പോസ്റ്ററിന് ഞാൻ ഫയൽ എടുത്തിട്ട് എക്സ്പോർട്ട് ആസ് PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം. PNG. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് മാനാട് തന്നെ കൊടുക്കാം. ഒരു പേര് മാത്രം കൊടുത്താൽ മതി. അത് സേവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടെ ഡൗൺലോഡ്സിൽ ഒന്ന് കിടപ്പുണ്ടാവും. അതിനുശേഷം നമ്മൾ പോയി ബ്രൗസ് ചെയ്യുക, മാനാട് പോസ്റ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ചെയ്യണം. Ctrl+F പ്രസ് ചെയ്തിട്ടുണ്ട്. വരും 2 പ്രാവശ്യം മാനാട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ശരിക്കും കറക്റ്റ് സൈസ്. ഇത് ഫ്രീ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ URL യൂട്യൂബ് ആയിരിക്കാം. ഇത് ഒന്നുകിൽ നിങ്ങൾ ഫ്രീ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ ഫ്രീ സെലക്ട് ചെയ്യണേ? ഫ്രീ സെലക്ട് ചെയ്യുന്നത് അത് യൂട്യൂബിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീ നിങ്ങൾ ഒന്നും സെലക്ട് ചെയ്യണ്ട. ഫ്രീയോ ഫീച്ചേർഡോ ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് യൂട്യൂബിൽ ഉള്ള മൂവി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ആയിക്കോളും. ഇവിടെ കണ്ടോ, ഫ്രീ വന്നങ്ങനെ കണ്ടോ. പക്ഷെ സോണി ലിവ് എന്ന് പറയുന്നത് ഒരു OTT ചാനലാണ്. അപ്പൊ അത് ഫ്രീ അല്ല. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഫ്രീ അല്ല. ഇത് നമ്മൾ പ്ലേ ചെയ്യാൻ സമയത്ത് ഇവര് ചോദിക്കും, ഇതിന്റെ പേയ്മെന്റ് ഒക്കെ ചോദിക്കും.
മനസ്സിലായോ? അപ്പോ ഫ്രീ ഉള്ളത് മാത്രമേ ഫ്രീ ഇടാൻ പാടുള്ളൂ. ഇതിപ്പോ എഡിറ്റ് ഇപ്പൊ ഞാൻ അതൊന്നുകൂടി എഡിറ്റ് ചെയ്തിട്ട് ബാക്ക് അടിച്ചാൽ മതി. ജസ്റ്റ് അവിടെ ഇതാണ്. ഇവിടെ ഫ്രീ കിടക്കാണ്. ഫ്രീ ഇല്ല. ഫ്രീ ആവശ്യമുള്ള ഫ്രീ ഒന്ന് ഫ്രീയോ ഫീച്ചേർഡോ ഇത് രണ്ട് ചെക്ക് ചെയ്യണ്ട കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പോസ്റ്റുകൾ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തേക്കണതിന്റെ ഒക്കെ അതുപോലെ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ചെയ്യാൻ പോണത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. കണ്ടോ ഇതെന്താ ഈ പോസ്റ്റ് ഇങ്ങനെ നടക്കണേ? ഇതാരും ചെയ്ത കുറിപ്പ് 64. കണ്ടോ ഇതിന്റെ ഈ പോസ്റ്റ് കണ്ടോ? അപ്പൊ നമ്മളിനി ചെയ്യരുത്. ഞാനിത് പ്രാവശ്യം പറഞ്ഞ ഇനിയിപ്പോ നിങ്ങൾക്ക് വീണ്ടും കുറിപ്പിന്റെ പോസ്റ്റ് ഈ സൈസ് ആക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഒന്നും വേറെ ഒന്നും ചെയ്യേണ്ട. ഇതില് ഈ സെക്ഷനിൽ വന്നിട്ട് ഇത് കളഞ്ഞാൽ മതി. ഇത് കളയുമ്പോൾ അവിടെ ഒന്നും ഇല്ലാണ്ടാവും. കണ്ടോ? ഇതിവിടെ ഇങ്ങനെ ഇത് 3 ഹിഡൻ ആയിട്ട് ഇടുന്നതാ. ഇതൊരു ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണത്. ഫോട്ടോഷോപ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. നിങ്ങൾ ഈ പോസ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. പിന്നീട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ സെലക്ട് ചെയ്ത് കണ്ടു. ഇവിടെ അപ്പൊ രണ്ടും പോയി. ഇത് കുറിപ്പിന്റെ പോസ്റ്റ് ഇവിടെ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് കുറിപ്പ് മലയാളമാണോ? മലയാളമാണ് ഇട്ടെ. കുറിപ്പ് ലാംഗ്വേജ് മലയാളം. ഓക്കെ. അപ്പൊ കുറിപ്പിന്റെ പോസ്റ്റ് നമ്മൾ ഇടുന്നെങ്കിൽ കുറിപ്പെടുത്തു. നിങ്ങള് എടുക്കുമ്പോൾ വലിയ ഇമേജ് നിന്നാണ് കോപ്പി ചെയ്യേണ്ടത് കേട്ടോ. ചെറിയ ഇമേജ് ഇത് കോപ്പി ചെയ്യരുത്. ഇതുമ്മ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പൊ ഒരുപാട് ഇതിപ്പോ വലിയ ഇമേജാ. ഇപ്പൊ ഇതിന് നിങ്ങള് കോപ്പി ഇപ്പൊ ഇത് ഈ വിടുത്ത് ഹൈറ്റ് നമുക്ക് ചേർന്ന നമ്മുടെ റേഷ്യോക്ക് അനുസരിച്ചുള്ള വിടുത്ത് ഹൈറ്റുമാണ്. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. കോപ്പി ഇമേജ് കൊടുത്തു. അല്ലെങ്കിൽ ഇത്ര വലിപ്പം വേണമെന്നില്ല. ഇത് ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ വലിപ്പം കാണാം. 1080 into 1140 ഇത്രയും വിടുത്ത് ഹൈറ്റ് ആണ്. ഇത്രയും വലിയ വലിപ്പം എടുക്കണ്ട. നിങ്ങൾ ഇത്ര ചെറുതെടുത്തോ. ഇതിന്റെ ഇതായി 1500 പക്ഷെ ഇത് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ അവിടെ അനുസരിച്ച് അറേഞ്ച് ചെയ്താൽ മതി. ഇതൊക്കെ വലിയ വലിപ്പമുള്ള വേണ്ട. ഇത് ചെറുതാ. ഇത് 190 into 280 വേണ്ട. ഇത് ഒട്ടും എടുക്കരുത്. ഇത് ചെറുതാണ്. നമ്മൾ ഉദ്ദേശിച്ച സൈസിനേക്കാൾ ചെറുതാണ്. ഇതിന്റെ താഴെ ചിലപ്പോ വലുത് വന്ന് എടുപ്പുണ്ടാവും. വേണ്ട. ഇത് 850 into 200 ഇത് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല. അത് മലയാളത്തിലുള്ള എടുക്കണമെങ്കിൽ ഇത് മലയാളം ചെറുതാണ്. ഇതിപ്പോ എടുക്കാം. ഇതിപ്പോ മലയാളത്തിലുള്ള ഒരു സിനിമ നമ്മളിത് കോപ്പി ചെയ്തു. കോപ്പി ഇമേജ് കൊടുത്തു. ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുത്തു. ഇവിടെ ഉള്ളത് ഞാൻ കൺട്രോൾ വി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ പേസ്റ്റ് വന്നു. ഇവിടെ വന്നെങ്കിലും ഇതിന് എന്ത് അടുത്ത് എന്ത് ചെയ്യണേ? നമ്മൾ ഈ മൂവ് ടൂളിന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫോർമേഷൻ ടൂളിന് ക്ലിക്ക് ചെയ്യുക. എന്നതിനുശേഷം കോർണറിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം. കോർണറിൽ നിന്ന് കുറച്ച് ഇവിടെ വരെ എത്തി കഴിഞ്ഞ ശേഷം വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുക. വീണ്ടും കോർണറിൽ നിന്ന് ഇങ്ങനെ കുറയ്ക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മൂവ്. വേറെ സ്ഥലത്ത് പോയി കുറയ്ക്കരുത്. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ വിടുത്ത് ഹൈറ്റ് റേഷ്യോക്ക് അനുസരിച്ച് കുറയാതെ ഇങ്ങനെ പോകും. അപ്പോൾ ആളുകളുടെ മുഖമൊക്കെ ഇങ്ങനെ ഞെളങ്ങി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോർണറിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് വേണം ഡ്രാഗ് ചെയ്യണ്ടേ. വേണ്ട. അപ്പൊ അപ്പൊ നമ്മുടെ സിനിമയുടെ നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ എല്ലാ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ നമ്മളവിടെ വെച്ച് കുറയ്ക്കൽ നിർത്തിക്കോ. നമുക്ക് ആരോഗ്യ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ട്രാൻസ്ഫോർമേഷൻ കളയുക. ഫയൽ എടുക്കുക. എക്സ്പോർട്ട് എടുക്കുക. PNG ഇടുക. നമ്മൾ വെറുതെ ഒരു പേര് കൊടുക്കുക. കുറിപ്പ് സേവ് ചെയ്യാം. അവിടെ വന്ന് കിടപ്പുണ്ടാവും. നിങ്ങളുടെ ഇതിന്റെ നമ്പർ എത്രയായിരുന്നു? 64. ഇവിടെ കണ്ട 64. അപ്പൊ ആ നമ്പർ തന്നെ എടുക്കുക.
ഇവിടെ വരുന്നത് ടൈപ്പ് ചെയ്യുക 64. 64 ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കണം ഇവിടെ 64 ആണോന്ന്, എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കുറിപ്പ് 64 കണ്ട. അതിനുശേഷം ഇതിനെ പോയി നമ്മൾ എഡിറ്റ് ചെയ്തു. അതിന് ശേഷം ബ്രൗസ് ചെയ്തു, ഇവിടെ കുറിപ്പുകൾ ഇമേജ് ഇട്ടു, അപ്ഡേറ്റ് ചെയ്തു. ഇത് വന്നിട്ടുണ്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ കൺട്രോൾ പ്ലസ് F5 ഫംഗ്ഷൻ കീ ഉണ്ട്, F5 ഫംഗ്ഷൻ കീ, ആ F5 പ്രസ് ചെയ്യുക. കൺട്രോൾ പ്ലസ് F5 രണ്ടുകൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ആ റീഫ്രഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുള്ളൂ. വേറെ എന്താ ഒരു സംഭവം ഉണ്ട്, ഇമേജ് റീഫ്രഷ് ചെയ്ത് വരാനായിട്ടൊരു അതിന്റെ പ്രോഗ്രാമിന്റെ ഒരു ചെറിയൊരു ബഗ് ആയിട്ടുള്ളത് നമുക്ക് വരുത്തിക്കാം. ഇനി എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഇമേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് ലെവലിൽ വന്നിട്ടുണ്ട്. ചില ഇമേജുകൾ വന്നിട്ടില്ല. ഇപ്പൊ ഈ ഇമേജ് വന്നിട്ടുണ്ട്. ആ കറക്റ്റ് 350 വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ റീഫ്രഷ് ചെയ്യേണ്ടി വരും. അപ്പൊ കൺട്രോൾ പ്ലസ് F5 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റീഫ്രഷ് ആയി വരും. കൺട്രോൾ പ്ലസ് F5. അപ്പൊ അവിടെ ഇമേജ് മാറി. ശരിക്കും ഈ സൈസും ആ സൈസൊക്കെ സെയിമാ. ഇവിടെ തെറ്റിയേക്കാണ്, ഇവിടെ തെറ്റിയേക്കാണ്, ഇവിടെ തെറ്റിയേക്കാണ്. വേണ്ട. അപ്പൊ അത് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രാഫിക്സിന്റെ കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞേ. ഇങ്ങനെ ഈ വീഡിയോ ഞാൻ അയച്ചു തരാം, എന്നിട്ട് നിങ്ങളത് നോക്കി ചെയ്യും, ഒരു പ്രാവശ്യം നോക്കി ചെയ്തു തരാം. പക്ഷേ ഈ ഗ്രാഫിക്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാഫിക്സ്